ഞാൻ സൺലൈറ്റ് സോളാർ എനർജി സൊല്യൂഷൻസിൻ്റെ MD. എൻ്റെ ഒരു വിജു. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സോളാർ പ്ലാന്റ് വയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്ന്, ക്വാളിറ്റി. പാനൽ അത് എത്ര വർഷം വാറണ്ടി ഉണ്ട്, അതിലേറ്റവും എഫിഷ്യൻസി കൂടിയ പാനലാണോ വരുന്നത്? ഇപ്പോൾ നമുക്ക് ടോക്കൺ പാനലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഒരു 550, 55 എന്നൊക്കെ പറയുമ്പോൾ ബൈഫേഷ്യൽ പാനലാണ്. 560, 65, 70, 75, 80, 85, 600, 610, 620, 615 ഇതൊക്കെ നമുക്ക് ടോപ്കോൺ സീരീസിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അദാനിയുടെ പാനലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് പോയി പെട്ടു പോകരുത്, ബൈഫേഷ്യലായി പോകരുത്. ഒത്തിരി പ്രൊഡക്ഷൻ ലോസ് വരും. ഇപ്പം മാർക്കറ്റിൽ നമ്മൾ ഓരോ ടെക്നോളജി വരുമ്പോഴും അതനുസരിച്ചിട്ടുള്ള പോകുമ്പോൾ നമുക്ക് ലോങ് ടൈമിൽ, അതായത് 30 വർഷത്തേക്കിനാണ് പാനലിന് വാറണ്ടി ഉള്ളത്, എഫിഷ്യൻസി വാറണ്ടി. അപ്പം നമുക്ക് അത്രയും ലോസ് വരും. അപ്പം ഓരോന്നിൻ്റെയും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നോക്കി എടുക്കരുത്, ക്വാളിറ്റി നോക്കണം, പാനലിൻ്റെ ക്വാളിറ്റി നോക്കണം. പിന്നെ ഏത് ഇൻവെർട്ടറാണ് ഇതിന്, സോളാർ ഇൻവെർട്ടർ ഏതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്ന അക്സസറീസ്, അതായത് ഇപ്പം ഭയങ്കര ഇടിയും മിന്നലും ഒക്കെ വരുന്നുണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ലൈറ്റിംഗ് എക്സ്ട്രാ ക്വാളിറ്റി ഉള്ളതാണോ, അതിന് വേണ്ടത് കോപ്പറാണോ ഉപയോഗിക്കുന്നത്, അത് പ്യുവർ കോപ്പറാണോ, ഇങ്ങനെയുള്ള ഒട്ടനവധി നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ സർജ് പ്രൊട്ടക്റ്റഡ് ഡിവൈസ് ഉണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് ACDV, DCDV ഇതെല്ലാം നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താണോ വെക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓരോ സാധനങ്ങളും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.